സഞ്ജുവിന്റെ മിന്നും പ്രകടനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് സിജോ വി ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യ മറ്റൊരു ലോകകപ്പ് 2020 ഫൈനലിലേക്ക് ഇറങ്ങുകയാണ്. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ്. ഒരു സർവ്വം ക്രിക്കറ്റ് മയമാണ്, ഇന്ത്യ മയമാണ്, സഞ്ജു മയമാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്, ഇവിടെ നിന്നാണ് പറയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും സഞ്ജുവിൻ്റെ ഒരു പ്രകടനത്തിന് വേണ്ടി ഇവിടെയാണ് കാത്തിരിക്കുന്നത്. വൈകുന്നേരത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് നമുക്ക് ഇത്രയും നല്ല കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവരെല്ലാവരും കൂടുതൽ ആളുകളും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ആളുകൾ തന്നെയാണ്, സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലോട്ടൊക്കെ മടങ്ങി വരാം. നമുക്കൊപ്പം തന്നെ ഇവിടെ കളിക്കാൻ വരുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഇന്ത്യയുടെ പ്രതീക്ഷ എങ്ങനെയാണ്, സഞ്ജു ഏത് തരത്തിലായിരിക്കും കളിക്കുക, അവരുടെ കളി എങ്ങനെയുണ്ട്. നമ്മുടെ ഒരു ഇന്ത്യയുടെ ഇന്നിപ്പോൾ ഫൈനലോട്ട് വരികയാണ്. മൂന്നാമത്തെ കപ്പ് ഇന്ത്യ ഉയർത്തുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഇപ്പോൾ നല്ല ഫോമിലാണ്. ബോളിംഗ് മാത്രം കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്ത് ആക്കിയാൽ മാത്രം മതിയാവും. പിന്നെ നമുക്കിപ്പോൾ വരുൺ ചക്രവർത്തിയാണ് ഇപ്പോൾ ഒരു ബോളിങ്ങിൽ നല്ലൊരു സ്പിന്നർ, പക്ഷേ ഫോമിലല്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ അത് കുൽദീപ് വരുമോ, ഒരു എക്സ്ട്രാ ബോളറിനെ ആഡ് ചെയ്യുമോ, അത് വരുൺ ചക്രവർത്തി മാറ്റുമോ എന്നുള്ളൊരു മാനേജ്മെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ് നമുക്കിനി ഉള്ളത്. ബാക്കി എല്ലാ സൈഡും ബെറ്ററാണ് ഇപ്പോൾ ഇന്ത്യ ടീം. ന്യൂസിലൻഡ് ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ ലാസ്റ്റ് T20 ഇവിടെ ആയിരുന്നു, അവർക്ക് പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിച്ച് നല്ലപോലെ അറിയാം. രണ്ട് ടീമും ഒരേപോലെ ആയിരിക്കും. ഇന്നത്തെ ദിവസം ആരുതാണോ അവരുടെ ആയിരിക്കും കപ്പ്. എന്നാലും നമുക്ക് ഇന്ത്യ ജയിക്കും എന്തായാലും. ഇന്ത്യയെ സെമിയിലേക്ക് കൊണ്ടുവരുന്നതും ഫൈനലിലോട്ട് എത്തിച്ചതും സഞ്ജുവിൻ്റെ ഗംഭീര ഇന്നിങ്സ് ആയിരുന്നു. ഈ ഫൈനലിൽ നമ്മൾ അങ്ങനെ ഒരു ഇന്നിങ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സഞ്ജു നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. നമുക്കൊക്കെ ഭയങ്കര ആവേശമാണ്. സഞ്ജു പ്രാക്ടീസ് ചെയ്തത് ഇവിടുത്തെ നെറ്റ്സിലൊക്കെയാണ്, ഇവിടുത്തെ സാറൊക്കെയാണ് പുള്ളിക്കാരനെ കോച്ചിങ് കൊടുത്തത്. അപ്പോൾ ശരിക്കും സഞ്ജു ഉള്ളത് കൊണ്ട് നമ്മൾ അത്രയും ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും, വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. പക്ഷെ ന്യൂസിലാൻഡ് ഒരിക്കലും കുറച്ച് കാണുന്നില്ല. ഈ ഗ്രൗണ്ടിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ തോറ്റത്, സൗത്ത് ആഫ്രിക്കയോട് തോറ്റത് ഈ അഹമ്മദാബാദ് ഗ്രൗണ്ടിലാണ്. മാത്രമല്ല ന്യൂസിലാൻഡ് വളരെ ശക്തമായ ടീമാണ്. ഒരു ICC ടൂർണമെന്റിൽ ഇന്ത്യ കൂടുതൽ തവണ തോറ്റത് ന്യൂസിലാൻഡിന്റെ കൂടെയാണ്. അപ്പോൾ ഈ മത്സരം തുല്യമായി തന്നെയാണ് കാണുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ അത് ആവേശത്തോടുകൂടി കാണാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും. പ്രത്യേകിച്ച് ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് നിര ഒക്കെ നമുക്ക് ഭയങ്കര ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്റിംഗ് നിരയാണ് അല്ലേ? തീർച്ചയായിട്ടും വളരെ നല്ല ബാറ്റ്സ്മാൻമാരാണ്. അലൻ വളരെ മികച്ച ഫോമിലാണ്. അലന്റെ വിക്കറ്റ് മെയിൻ ഇമ്പോർട്ടന്റ് ആണ്. അലനെ ഒരു പെട്ടെന്ന് ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം ഏകദേശം ഒന്ന് പിടിക്കാം. പിന്നെ അലനെ പോലെ തന്നെ മറ്റു ബാറ്റ്സ്മാൻമാരും വളരെ ടച്ചിലാണ്. നല്ലൊരു മാച്ച് പ്രതീക്ഷിക്കാം. ന്യൂസിലാൻഡ് വളരെ നല്ല ടീമാണ്. അതുപോലെ ഇന്ത്യ നല്ല ഫോമിലാണ്. വളരെ നല്ല മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോഴേ ഇതേവരെയോ ഹോം ഗ്രൗണ്ടിൽ ആയിട്ടുള്ള ആളുകൾ കപ്പടിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇന്ത്യയെ അതൊരു ഹോം ഗ്രൗണ്ടിൽ ഇതുവരെ T20 വേൾഡ് കപ്പ് കപ്പടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അത് ഇന്ത്യ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചരിത്രം തിരുത്തി കുറിക്കും അല്ലേ? അതെ, ചരിത്രങ്ങളല്ല. ന്യൂസിലൻഡിനോട് ഇതുവരെ ICC 2020 ടൂർണമെന്റിൽ ഇന്ത്യ ജയിച്ചിട്ടില്ല. അതും ആദ്യമായിട്ട് ഇന്ത്യ ജയിക്കട്ടെ, സകല ചരിത്രങ്ങളും തിരുത്തി കുറിക്കട്ടെ. ഒരു സഞ്ജുവിനൊരു ആശംസകളെല്ലാം കൂടെ ചേർന്നെന്ന് പറഞ്ഞാലോ, ഒന്ന് ഒരുമിച്ച് ഇന്ത്യക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് സഞ്ജു. എന്തായാലും അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ വിജയമാണ്. അതോടൊപ്പം തന്നെ സഞ്ജുവിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെമിയിലെ സഞ്ജുവിന്റെ ബാറ്റിംഗ്, അതോടൊപ്പം തന്നെ സെമിയിലേക്ക് എത്തിച്ച ഒരു ബാറ്റിംഗ് പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും.